നമസ്കാരം. നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് നാം കാണുന്ന ഒരു വസ്തുത കൂടുതൽ സഞ്ജീവ് ഈ പേരുള്ള വസ്തുതകളാണ്. PSC പരീക്ഷകൾക്ക് നമുക്കിനി പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. അതേസമയം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ ഫുൾ ഫോം വരെ ചോദിച്ചതാണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. എന്നാൽ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കേഹാർ ആണ്. ഇദ്ദേഹത്തിന് 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതുകൂടി കണക്ട് ചെയ്ത് ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അതേസമയം 44ാമത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജഗദീഷ് സിംഗ് കേഹാർ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് HJ കനിയ. നമുക്കറിയാം 1950 ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ഉന്നതമായ കോടതി ചോദിച്ചാലും അത് സുപ്രീം കോടതിയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് രണ്ടാമത് നോക്കാം CAG. ഇന്ത്യയിലെ നിലവിലെ CAG ആണ് സഞ്ജയ് മൂർത്തി. അദ്ദേഹം 15ാമത്തെ CAG ആണ്. ഇനി എന്താണ് CAG? CAG എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG. 15ാമത്തെ ആള് സഞ്ജയ് മൂർത്തി, 14ാമത്തെ ആളാണ് ഗിരീഷ് ചന്ദ്ര മുർമു. 14 ഗിരീഷ് ചന്ദ്ര മുർമു. 1ാമത്തെ ആളാണ് V നരഹരി റാവു. CAG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൊതുഖജനാവിന്റെ സംരക്ഷകൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ അക്കൗണ്ടുകളും മറ്റും ഓഡിറ്റ് ചെയ്യുന്ന ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CAG ആണ്. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 148 ആണ്. ആർട്ടിക്കിൾ 148. അതേസമയം ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 124 ആണ്. അപ്പൊ സുപ്രീം കോടതി രൂപിതമായിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 124, CAG യെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 148. ഈ 24 ഓർക്കുക, 24ന്റെ ഇരട്ടി 48. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയും CAG ഒന്ന് ബന്ധപ്പെടുത്തി വയ്ക്കാവുന്നതാണ്. അടുത്തത് RBI ഗവർണർ. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. അദ്ദേഹം 26ാമത്തെ RBI ഗവർണറാണ്. RBI എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 RBI രൂപീകരിച്ചത്. അതേസമയം അത് ദേശസാൽക്കരിച്ച ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജനുവരി 1. 1949 ജനുവരി 1. ആസ്ഥാനം മുംബൈ ആണ്. ഇനി 1ാമത്തെ RBI ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. അതേസമയം റിസർവ് ബാങ്കിന്റെ നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടെയ്ലർ. അതേസമയം ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണർ ചോദിച്ചാൽ അത് CD ദേശ്മുഖ് ആണ്. അപ്പൊ 26ാമത്തെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 24ാമത്തെ RBI ഗവർണർ ഊർജിത് പട്ടേൽ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യയിൽ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ട് നിരോധിച്ചത്. 2016 നവംബർ 8. 23ാമത്തെ RBI ഗവർണറാണ് രഘുറാം രാജൻ. 23ാമത്തെ RBI ഗവർണർ രഘുറാം രാജൻ. അപ്പൊ 23ാമത്തെ ഗവർണർ രഘുറാം രാജൻ, 24 ഊർജിത് പട്ടേൽ, 25 ശക്തികാന്ത ദാസ്, 26 സഞ്ജയ് മൽഹോത്ര. അടുത്ത് GSTയുടെ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് കുമാർ മിശ്രയാണ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. GST എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നതാണ്. GST യെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 246. അടുത്ത എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. പാർലമെന്റിലെ ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിലവിൽ സഞ്ജയ് ജയ്സ്വാൾ. പാർലമെന്ററി കമ്മിറ്റിയാണ്. 30 അംഗങ്ങളുള്ളതാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ ഈ 30 അംഗങ്ങളും ലോകസഭയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും. സർക്കാരിന്റെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് കുമാർ ആണ്.
ഇനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് ജുജു ആണ്. സഞ്ജയ് ജുജു. അപ്പോൾ ഈ വക കാര്യങ്ങൾ സഞ്ജയുമായി ബന്ധപ്പെട്ട പേരുകൾ ഒന്ന് പറഞ്ഞു എന്ന് ബന്ധപ്പെടുത്തി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, CAG സഞ്ജയ് മൂർത്തി, RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ പ്രസിഡന്റ് സഞ്ജയ് കുമാർ മിശ്ര, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി സഞ്ജയ് ജയ്സ്വാൾ, കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി സഞ്ജയ് കുമാർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി സഞ്ജയ് ജിജു ആണ്. നന്ദി, നമസ്കാരം.